ഉസ്താദുമാരെക്കുറിച്ച് ഓരോ മനുഷ്യനും നല്ലത് പറയുന്നത് കേൾക്കുന്നത് തന്നെയാണ് അവർക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന അംഗീകാരം. അള്ളാഹു അങ്ങനെയുള്ള അംഗീകാരം നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 40,000 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചില്ലെങ്കിലും നിൻ്റെ വീടിൻ്റെ പരിസരത്ത് താമസിക്കണ 4 പേരെ കൊണ്ടെങ്കിലും, നിൻ്റെ വീടിൻ്റെ ചുറ്റുപാട് താമസിക്കുന്ന 4 വീട്ടുകാരെ കൊണ്ടെങ്കിലും നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മജ്ലിസുൻ നൂർ ഈ മജ്ലിസിൽ നടക്കും. മജ്ലിസുൻ നൂറിൻ്റെ മഹത്വം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ആ ബദരീങ്ങളില്ലെങ്കിൽ നമ്മളില്ല, ആ ബദരീങ്ങളില്ലെങ്കിൽ നമ്മളില്ല. ആ ബദരീങ്ങളുടെ അൽഹംദുലില്ലാ എത്രയോ പേർ, ഞാൻ എൻ്റെ വീട്ടിൽ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും മജ്ലിസുൻ നൂറും, ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ആരെങ്കിലും എൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും മജ്ലിസുൻ നൂർ ഓതാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെട്ടു പോയവനാ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ മജ്ലിസിൽ ഇനി മജ്ലിസുൻ നൂറാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ക്ഷമയോടുകൂടി ഇരിക്കുക. അതുകൊണ്ട് അൽഹംദുലില്ലാ അതിൻ്റെ ദുആയിലും പങ്കെടുത്ത് വളരെ സന്തോഷത്തോടു കൂടെ വേണം ഇവിടെ നിന്ന് പിരിയാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോഴും ഈ പരിപാടി നടത്തുവാനുള്ള സ്ഥലം ചെയ്തു കൊടുത്തത്, സൗകര്യം ചെയ്തു കൊടുത്തത് ഒരു അമുസ്ലിമായ ചന്ദ്രാസ് പുഞ്ച എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ സഹോദരനാണ്. അതാണ് അൽഹംദുലില്ലാ ഈ SKSSF എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയുടെ പവറത. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഒരു മജ്ലിസ് നടക്കുമ്പോൾ വല്ലാതെ വർഗീയത വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഒരു ഹൈന്ദവ സഹോദരൻ തൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നന്മയുള്ള, എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യത്വം മനസ്സിലാക്കുന്ന സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ ഞാൻ ഒരുപാടൊന്നും പറയണില്ല. ഉസ്താദന്മാരൊക്കെ എത്തിക്കഴിഞ്ഞു. എനിക്ക് അടുത്ത വയലിന് പോകാൻ സംഘാടകർ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കണം. ആ വിളിക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. കാരണം വാക്കാദ്യം അവിടെയാണ് കൊടുത്തത്. പിന്നെ ഈ ചങ്ങാതി അൽഹംദുലില്ലാ നല്ല ഉള്ളാളം പള്ളിയിൽ വളരെ മനോഹരമായ രീതിയിൽ ലക്ഷങ്ങൾ പങ്കെടുത്ത പരിപാടി അൽഹംദുലില്ലാ ആരുടെയും മനസ്സ് വേദനിപ്പിക്കാത്ത രീതിയിൽ അൽഹംദുലില്ലാ ഉള്ളാളം മഹല്ലിലെ കമ്മിറ്റിയും അവിടുത്തെ ചെറുപ്പക്കാരുമൊക്കെ മനോഹരമായ രീതിയിൽ അള്ളാഹു മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് അവരെയും നമ്മളെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ ക്ഷമയോടുകൂടി ഇത്രയും നേരം എന്നെ കാത്തിരുന്നവരാ. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാ, എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാ. പക്ഷേ എല്ലാവരും പറയുന്നു, ഉസ്താദെ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. ദുആ ചെയ്യുന്നുണ്ട്, കടം മാറുന്നില്ല, രോഗം മാറുന്നില്ല, പ്രയാസം മാറുന്നില്ല. ഞാനിപ്പോൾ വയലിന് വരുമ്പോൾ ഇവിടെ അടുത്തൊരു വീട്ടിൽ പോയപ്പോൾ ഒരു മനുഷ്യൻ, ഞാൻ കയറിപ്പോകുന്ന ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, കഴിക്കാൻ ഭക്ഷണമൊന്നും എടുക്കല്ലേ എന്ന്. എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ആ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ എടുക്കല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ വന്ന മനുഷ്യൻ പറഞ്ഞു, ഉസ്താദെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 2 വർഷമായി ഉസ്താദെ, അദ്ദേഹത്തിൻ്റെ വായ്ക്കകത്ത് ക്യാൻസറാണെന്ന് തോന്നുന്നു, വല്ലാത്ത രോഗം. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാതെ മനസ്സ് വേദനിച്ചു പോയടോ. നമ്മളൊക്കെ തിന്ന് വളരെ വേണ്ട എന്ന് പറയുമ്പോൾ അതൊന്നും കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്രയോ പേരുണ്ട്. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, ദുആ സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. എങ്കിൽ അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലി. അല്ലാഹുവിനോട് ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും. 3 കാര്യം അല്ലാഹു തരും. അല്ലാഹുവിനോട് ആര് ദുആ ചെയ്താലും 3 കാര്യം അല്ലാഹുവിന് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാ. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ദുആ സ്വീകരിക്കാനുള്ള ഒരു നന്മ ഞാൻ പഠിപ്പിച്ചിട്ട് ഞാൻ പോവാ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുമ്പോൾ ആ ദുആ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം. ഇത് ചെയ്തിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ സ്വീകരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? പിരിക്കാനൊന്നുമല്ല, പേടിക്കണ്ട. പടച്ചോനെ ഓൻ പൈസ പിരിക്കാൻ തുടങ്ങിയെന്ന് അങ്ങനെ വിചാരിക്കരുത്. അൽഹംദുലില്ലാ
ഞാനിപ്പോൾ പള്ളി കണ്ടു. പള്ളിയിൽ നിന്ന് സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു, ഉസ്താദെ പള്ളിയുടെ മിനാരത്തിൻ്റെ പണി നടക്കുകയാണ്. പള്ളിയുടെ മിനാരത്തിൻ്റെ പണി നടക്കുകയാണ് ഉസ്താദെ. ഈ നാട്ടിലെ SKSSFിൻ്റെ പ്രവർത്തകരാണ് ഈ ഒരു മിനാരത്തിൻ്റെ പണി ഏറ്റെടുത്തിരിക്കുന്നത്. ഒന്ന് ചിന്തിക്ക് സഹോദര, ആ മക്കളുടെ ഒരു മനസ്സുണ്ടല്ലോ, അൽഹംദുലില്ലാ, ആ മക്കളുടെ ഒരു മനസ്സുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ ഭവനത്തിനൊരു മിനാരം പണിയുവാനുള്ള ആ ഒരു ബാധ്യത ഞങ്ങൾക്ക് കുഴപ്പമില്ല ഉസ്താദെ, ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹു അത് വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. പക്ഷേ ഈ നാട്ടിലെ നിങ്ങൾ ചിന്തിക്കണം, ആ കുട്ടികൾക്കുണ്ടായ ഈമാൻ നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയി എന്നുള്ളതാണ്. ഒരുപാട് പൈസയുള്ള ഒരുപാട് സമ്പന്നന്മാർ അവിടെ ഇവിടെയും ജാഗ വാങ്ങിയിട്ടിട്ട് അവിടച്ചവനെ ഇതെൻ്റെതാണോ എന്ന് പോലും അറിയാത്ത വലിയ കോടീശ്വരന്മാരുണ്ട്. അപ്പോൾ ആ മക്കൾ കാണിച്ച ഒരു മനസ്സ്, ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും അതിൽ സഹായിക്കണം, സഹകരിക്കണം. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ പള്ളിക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കണം. അതിലൂടെ നിങ്ങളുടെ ദുനിയാവ്, നിങ്ങളുടെ ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരൊറ്റ നന്മ ഞാൻ പറഞ്ഞു തരാം. ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്ത് ഇറങ്ങി പോകുമ്പോൾ, സ്വഹാബികൾ ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എനിക്ക് സങ്കടം വന്നു. നബി തങ്ങൾ അത്രയും ആത്മാർത്ഥമായി അതുപോലെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണത് കണ്ടിട്ടില്ല. നബി സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരു ദിക്ർ പറയുന്നുണ്ട്, ഒരു ദിക്ർ പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത്. അതുമാത്രമല്ല, ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ പറയുന്നു, ഞങ്ങൾ ഈ ദിക്ർ പറഞ്ഞുകൊണ്ടാണ് ബദറിലേക്ക് പോയതെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ആ ബദരീങ്ങൾ പറഞ്ഞ ദിക്ർ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ഒരു 313 പ്രാവശ്യം, ബദരീങ്ങൾ 313 ഈ പറയുന്ന ഒരു ദിക്ർ 313 പ്രാവശ്യം ആരെങ്കിലും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവൻ്റെ ദുആ ഒരിക്കലും തള്ളപ്പെടില്ല, അവൻ്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടാകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ ഇതുകൊണ്ട് എനിക്കാണോ നേട്ടം, നിനക്കാണോ നേട്ടം? ഈ ദിക്ർ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കുമെങ്കിൽ ആ ദുആ കൊണ്ടുള്ള നേട്ടം നിങ്ങൾക്കാണോ എനിക്കാണോ? ആർക്കാ നേട്ടം? നിങ്ങൾ പറ, നിങ്ങൾക്കല്ലേ നേട്ടം? പിന്നെന്തിനാ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ് പോരാ, ഉറക്കെ. NRCയുടെ പ്രതിഷേധത്തിനകത്ത് ഇതിനേക്കാളും വലിയ കൂവലായിരുന്നു. വലിയ കാര്യം ഉണ്ടായി. കോയി ഫായിദാനയ്യേ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓട്ടുപെട്ടികൾ ഓരോന്നായി പൊട്ടുന്നു, നമ്മുടെ നെഞ്ചത്ത് പടക്കവും പൊട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖുലില്ലാഹുമ്മ മാലിക്. പടച്ചോനെ, ബക്കറ്റ് ഇവിടെ ഉണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അത് മജ്‌ലിസ് നൂറിൻ്റെ സമയത്ത് എടുത്താൽ മതി, അവസാനം കിട്ടും. അൽഹംദുലില്ലാഹ്. ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. ഈ പള്ളിയുടെ മിനാരത്തിന് എങ്ങനെ പൈസ എങ്ങനെ നിങ്ങൾ? അൽഹംദുലില്ലാഹ്. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ പള്ളിക്ക്? അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ്, എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് പോകാം. ഞാൻ ആ പള്ളിയും ആ മിനാരവും കണ്ടതാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഈ കുട്ടികൾ ഇൻഷാ അല്ലാഹ് ആ പള്ളിയുടെ മിനാരം പണിയാൻ 5 ലക്ഷം രൂപയാണ് അതിന് വേണ്ടത്. ഈ പാവങ്ങളിങ്ങനെ നടക്കുകയാണ്. അവരെന്നോട് പിരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും ഞാൻ പറയുന്നു, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം. അവിടെ ചെറുതും വലുതുമില്ല, അവിടെ ചെറുതാണോ വലുതാണോ ഇല്ല. നിങ്ങളെ കൊണ്ട് ഒരു കട്ട വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? മതി. ചെറുതും വലുതും നമുക്കാടോ? അല്ലാഹുടെ മുന്നിൽ ചെറുതും വലുതുമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൊടുക്കൂലേ? ഒരു ഇൻഷാ അല്ലാഹ് പറ. നിങ്ങളെ കൊണ്ട് കഴിയുന്നതെന്തോ നിങ്ങൾ കൊടുക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കൊടുക്കൂലേ? ഉറക്കെ പറയടോ. മുമ്പിൽ നിന്ന് മാത്രമേ കേൾക്കണുള്ളൂ, പുറകിനൊന്നും കേൾക്കണില്ല. അതുകൊണ്ടാ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാനൊരു ചെറിയ സദക്ക ചോദിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞല്ലോ, എനിക്ക് 5000 ഒന്നും വേണ്ട, ഒരു ചെറിയൊരു സംഖ്യ ഇൻഷാ അല്ലാഹ്. എത്ര വേണം ഉസ്താദേ? ഇവിടുത്തെ ഹത്തീബാര ഒരു ചെറിയ സദക്ക മതിയല്ലോ. ഇൻഷാ അല്ലാഹ്. ഇപ്പം 1000ൻ്റെ നോട്ടില്ല, 2000ൻ്റെ നോട്ടല്ലേ ഉള്ളൂ.
2000-ൻ്റെ നോട്ടല്ലേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരാൾ കാണിച്ചു തന്നു, ഉസ്താദെ ഇതാണ് ബുർജ് ഖലീഫയെന്ന്. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ നോക്കാം, എന്താ തിരക്കെന്നറിയോ അവിടെ. ആടിൻ്റെയും ബുർജ് ഖലീഫ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് തിരക്കെന്നറിയോ അവിടെ. എടോ, നീയും നിൻ്റെ കുടുംബവും ആ ബുർജ് ഖലീഫ കാണാൻ വേണ്ടി അവിടെ വരെ പോണ പൈസ മതി അൽഹംദുലില്ലാ സ്വർഗത്തിൽ പോകാൻ. ആ പൈസ മതി. അവിടെ പോയി വെറുതെ കളയണ പൈസ ഒന്നുമില്ല, ഒരു നേട്ടവും ഇല്ല സഹോദര. അതാരാണോ പണിത് അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. എനിക്കറിയില്ല, ഞാൻ അവരെ കുറ്റപ്പെടുത്തിയതല്ല, അത് വേറെ വിഷയം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എനിക്ക് 10 പേര് വേണം, 10 സ്വർഗത്തിൻ്റെ അവകാശികൾ വേണം. ഉസ്താദെ ഒരു 2000 രൂപ ഞാൻ കൊടുക്കാം. നല്ല മനസ്സുള്ളവർ കൈവക്കണം. ആരാ? അൽഹംദുലില്ലാ. ഒരാൾ ഇവിടെ തുടങ്ങി 10 പേര് വേണം. 2 ആയി, ഇൻഷാ അല്ലാഹ് 3 ആയി. ഇനി 10 പേര് വേണം. അവിടെ 4, 5. പെട്ടെന്ന് പൊക്കിക്കോ. അല്ലായിക്ക, എനിക്ക് കൊണ്ടുപോകാനല്ല. നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായാലും അള്ളാഹ് നിന്നെ തിരഞ്ഞെടുക്കൂല. കാരണം നിൻ്റെ പൈസ ഹലാലായിരിക്കണമെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുക്കും ഇൻഷാ അല്ലാഹ്. 6, 7. അവിടെ ഒരാൾ കൈപൊക്കിയില്ലേ? 8. 2 പേര് കൂടെ കൈപൊക്കണോ? ദുആ ചെയ്യട്ടെ. 2 പേര് കൂടെ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് കൈപൊക്കണം. 9. ഒരാൾ കൂടെ 10 സഹാബികളുടെ പേര് പറഞ്ഞു. 10 ഇൻഷാ അല്ലാഹ്. 11, 12 അൽഹംദുലില്ലാ. 13 ഖുലൂ തക്ബീർ. പലതുള്ളി പെരുവെള്ളം മനുഷ്യ. സുമ്മരിള അന്നബി ബക്കറിൻ വഅൻ ഉമരി വഅൻ അലി വഅൻ ഉസ്മാൻ ബിൽ കറമി സഅദിൻ സഈദിൻ സുബൈറിൻ തൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിൻ في العاسد الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. 13 പേരായി ഇൻഷാ അല്ലാഹ്. ഇനി ആരാ ഉള്ളത്? 13 ഇൻഷാ അല്ലാഹ്. 14 അൽഹംദുലില്ലാ. വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി, 4 കൊല്ലമായി ഉസ്താദെ മക്കളില്ല. അള്ളാഹുവെ അടുത്ത മജ്ലിസ് നൂറിൻ്റെ വാർഷികത്തിന് മുമ്പ് അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. കണ്ണിന് കുളിർമയുള്ള സന്താനങ്ങളെ നൽകണേ പടച്ചവനെ. അപ്പോൾ അൽഹംദുലില്ലാ 15 പേരായി. ഖുലൂ തക്ബീർ. പോരാ, 17-ാം രാവിനാണ് ഞാൻ നിൽക്കണത്. 2 പേര് കൂടെ വേണം. ബദരീങ്ങളാണെന്ന മജ്ലിസ് നൂറിൻ്റെ മജ്ലിസ. 2 പേര് കൂടെ ഇൻഷാ അല്ലാഹ് കൈപൊക്കിക്കുക. ദുആ ചെയ്യട്ടെ. 2 പേര് കൂടെ എനിക്ക് വേണം. ഒരു ചെറുപ്പക്കാരൻ കൈപൊക്കി. 16. ഒരാൾ കൂടെ 17. ഒരാൾ കൂടെ 18. ഒരാൾ കൂടെ 19. ഖുലൂ തക്ബീർ. 20. അൽഹംദുലില്ലാ. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിൻ്റെ മയ്യത്ത് പള്ളിയിൽ നിസ്കരിക്കാനേ കൊണ്ടുപോകത്തുള്ളൂ, നീ നിസ്കരിക്കാൻ പോകാറില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ ആ പള്ളിയുടെ മിനാരത്തിൻ്റെ മുകളിൽ ആ മൈക്കിരിക്കുന്നത്, ആ മൈക്കിലൂടെ കേൾക്കുന്ന ബാങ്ക് കേട്ടിട്ടാ ജനങ്ങൾ പള്ളിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ മരിക്കുന്ന സമയത്ത് നിൻ്റെ മുഖത്തതിൻ്റെ വെളിച്ചമുണ്ടാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു 2000 രൂപ വെച്ച് സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോകുക. ഒരു 10 പേരെ കിട്ടിയാൽ അത്രയും വലിയ കാര്യം. അൽഹംദുലില്ലാ 40,000 രൂപയായി. ഖുലൂ തക്ബീർ. ഇനി ആരെങ്കിലും ഉണ്ടോ? ദുആ ചെയ്യട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? പോകാൻ സമയമായില്ലേ? ഇനി ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ. എനിക്ക് ഉണ്ടോ? 40 പേരായി. ഒരാൾ കൂടെ കൈപൊക്കിക്കേ. ഒരാൾ കൂടെ കൈപൊക്കണം. 1 ആയി. ഇനി പൊങ്ങട്ട ചങ്ങാതിമാരെ. 2 ആയി. 42. ഇൻഷാ അല്ലാഹ് ഒരാൾ കൂടെ വേണം എനിക്ക്. 43-ാമത്തെ ആൾ കൈപൊക്കണം. ദുആ ചെയ്യട്ടെ. ആരാണ്? ഒരാൾ കൂടെ കൈപൊക്കണം. എവിടെ? പെണ്ണുങ്ങൾ. അൽഹംദുലില്ലാ 43 പേര്. ഖുലൂ തക്ബീർ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മജ്ലിസ് നൂറിൻ്റെ വാർഷികമുണ്ട്. എല്ലാ വീടുകളിലേക്കും കവർ നൽകിയിട്ടുണ്ട്. പല ആൾക്കാരും ദുആ
കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. അല്ലാഹു നിങ്ങളുടെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ പറയേണ്ട ദിക്ർ ഏതാ? ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയ സ്വഹാബികൾ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയ സ്വഹാബികൾ അവിടെ നിന്ന് പറഞ്ഞ ദിക്ർ യാ ഹയ്യു യാ ഖയ്യൂം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാ ഹയ്യു യാ ഖയ്യൂം, ആ ദിക്ർ പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്ന ദിക്റിൻ്റെ പ്രതിഫലം എന്താണെന്ന് പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ചാൽ മതി. എണ്ണി പറഞ്ഞു തരും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ആ ദിക്ർ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ കൂടെ വന്ന ലത്തീഫ് എന്ന് പറയുന്ന സഹോദരൻ അൽഹംദുലില്ലാ 10,000 രൂപ പള്ളിക്ക് 15,000 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ഉപ്പയുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഉമ്മയ്ക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഭാര്യ സന്താനങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നിങ്ങളെ എല്ലാവരെയും മരിച്ചുപോയി ഇസ്മായിൽ എന്ന സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ, ഞാൻ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റമളാൻ മാസത്തിൽ ഉംറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു യാത്രയൊക്കെ ഖൈറിലാക്കി തരുമാറാകട്ടെ. ദുആ ചെയ്യൂലേ? നിങ്ങളൊക്കെ ദുആ ചെയ്ത് ഞാനവിടെ ചെന്ന എനിക്ക് വേണ്ടി ദുആ ചെയ്തവർക്ക് ഞാനും ചെയ്യും. അത്രയേ ഉള്ളൂ. ഒരു പാലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നല്ലേ. അപ്പോൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താൽ ഞാൻ അവിടെ പോകുമ്പോൾ നിങ്ങളെയും മറക്കൂല. അല്ലാഹു എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് അവിടെ ചെല്ലാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഗൾഫിലുള്ള ഒരു സഹോദരൻ അല്ലാഹു ജോലി ശരിയാകുന്നതിന് വേണ്ടി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരുന്ന് മജ്ലിസുന്നൂർ പാരായണം ചെയ്ത് ഉസ്താദന്മാരുടെ നസീഹത്ത് കേട്ട് ദുആയിൽ പങ്കെടുത്ത് സന്തോഷത്തോടുകൂടി വേണം പോകാൻ. അല്ലാതെ എല്ലാവരും ഇപ്പം തന്നെ എഴുന്നേറ്റ് പോകരുത്. ക്ഷമയോടുകൂടി ഇരുന്ന് ആ ദുആയിൽ പങ്കെടുക്കുക. എനിക്ക് വേറെ പരിപാടി ഉള്ളതുകൊണ്ടാണ് ഇതിലേക്ക് വിളിച്ച ഇതിൻ്റെ സംഘാടകരോടും ഇതിലേക്ക് വരാൻ കാരണക്കാരായ ആസിഫ് എന്ന സഹോദരൻ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യണേ എന്ന വസിയ്യത്തോടെ വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ಆತ್ಮೀಯರೇ, ಇದೀಗ ನಮ್ಮ ಮುಂದೆ ಬಹಳಷ್ಟು ವಿಚಾರಗಳನ್ನು ನಮ್ಮ ಮುಂದೆ ಬಿಡಿಯಾಗಿ ಬಿಡಿಸಿಕೊಟ್ಟಂತಹ ಭಾಷಣ ಲೋಕದ ರಾಜಕುಮಾರ ಹಾಫಿಲ್ ಸಿರಾಜುದ್ದೀನ್ ಖಾಸಿಮಿ ಪತ್ತನಾಪುರಂ ಇವರಿಗೆ ತುಂಬು ಹೃದಯದ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸುತ್ತಿದ್ದೇವೆ. ಎಲ್ಲರೂ ಕುಳಿತುಕೊಳ್ಳಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಇದೀಗ ನಮ್ಮ ಕಾರ್ಯಕ್ರಮದ ಮುಂದಕ್ಕೆ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ ಹಾಗೂ ಮುಖ್ಯ ಪ್ರಭಾಷಣ ಕಾರ್ಯಕ್ರಮವೂ ಕೂಡ ನಡೆಯಲಿಕ್ಕಿದೆ. ಎಲ್ಲರೂ ಕುಳಿತುಕೊಂಡು ಕಾರ್ಯಕ್ರಮವನ್ನು ವೀಕ್ಷಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಇದೀಗ ಕೆಲವೊಂದು ಗಣ್ಯ ವ್ಯಕ್ತಿಗಳಿಗೆ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿಕ್ಕಿದೆ. ಅದಕ್ಕೋಸ್ಕರ ಸಂಬಂಧಪಟ್ಟವರು ವೇದಿಕೆಗೆ ಬರಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಅದೇ ರೀತಿ ಇದೊಂದು ಪ್ರತ್ಯೇಕ ಪ್ರಕಟಣೆ. ಕಾರ್ಯಕ್ರಮದ ಕೊನೆಯಲ್ಲಿ ಊಟದ ವ್ಯವಸ್ಥೆಯೂ ಕೂಡ ಇದೆ. ಎಲ್ಲರೂ ಊಟವನ್ನ ಪಡ್ಕೊಂಡು ಹೋಗಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಇದೀಗ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ ಇದೀಗಾಗಲೇ ಮಂಗಳೂರು ತಾಲೂಕು ಪಂಚಾಯತ್ ಇದರ ನಿಕಟಪೂರ್ವ ಅಧ್ಯಕ್ಷರಾದಂತಹ ಜನಾಬ್ ಮೊಹಮ್ಮದ್ ಮೋನ್ ಮಲಾರ್ ಇವರಿಗೆ ಸನ್ಮಾನವನ್ನ ನೀಡಲಿಕ್ಕಿದ್ದಾರೆ. ಇಲಿಯಾಸ್ ಅರ್ಷದ್ ಉಸ್ತಾದ್ ರವರು ಮೊಹಮ್ಮದ್ ಮೋನ್ ಮಲಾರ್ ಮಂಗಳೂರು ತಾಲೂಕು ಪಂಚಾಯತ್ ನಿಕಟಪೂರ್ವ ಅಧ್ಯಕ್ಷರಿಗೆ ಸನ್ಮಾನವನ್ನ ನೀಡುತ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಧನ್ಯವಾದಗಳು. ಅದೇ ರೀತಿ ಅಬ್ದುಲ್ ಅಜೀಜ್
ಅದೇ ರೀತಿ ರಿಯಾಜ್ ಗಾಡಿಗದ್ದೆ ಸದಸ್ಯರು ಪಾವೂರು ಗ್ರಾಮ ಪಂಚಾಯತ್ ಇವರು ಕೂಡ ವೇದಿಕೆಗೆ ಬಂದು ನಮ್ಮ ಸನ್ಮಾನವನ್ನ ಸ್ವೀಕರಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಇದನ್ನ ಮೊಹಮ್ಮದ್ ಮೋಹನ್ ಮಲಾರ್ ಮಂಗಳೂರು ತಾಲೂಕು ಪಂಚಾಯತ್ ನಿಕಟಪೂರ್ವ ಅಧ್ಯಕ್ಷರು ಇವರು ಸನ್ಮಾನವನ್ನ ಮಾಡಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ರಿಯಾಜ್ ಅವರಿಗೆ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ ಮತ್ತೋರ್ವ ವ್ಯಕ್ತಿ ಜನಾಬ್ ಸಮೀರ್ ಹೂ ಹಾಕುವ ಕಲ್ಲು ಇವರಿಗೆ SKS ವಿಕಾಯ ಮಲಾರ್ ಕ್ಲಸ್ಟರ್ ಇದರ ವತಿಯಿಂದ ಸ್ಮರಣಿಕೆಯನ್ನು ನೀಡುತ್ತಾ ಇದ್ದೇವೆ. SKS ವಿಕಾಯ ದಕ್ಷಿಣ ಕನ್ನಡ ವೆಸ್ಟ್ ಸಮಿತಿಯ ನೂತನ ಚೇರ್ಮನ್ ಆಗಿ ಆಯ್ಕೆಯಾದಂತಹ ಸಂಘಟನಾ ಚತುರ, ಧಾರ್ಮಿಕ ಮತ್ತು ಸಾಮಾಜಿಕ ಸೇವಾ ರಂಗದಲ್ಲಿ ಮುಂಚೂಣಿಯಲ್ಲಿರುವಂತಹ ನಮ್ಮೆಲ್ಲರ ಸ್ನೇಹಿತರಾದ ಜನಾಬ್ ಸಮೀರ್ ಹೂವಾಕುವಕಲ್ಲು ಇವರಿಗೆ SKS ವಿಕಾಯ ಮಲಾರ್ ಕ್ಲಸ್ಟರ್ ವತಿಯಿಂದ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ. ಸಮದ್ KM ಇವರು ಮಲಾರ್ ಕ್ಲಸ್ಟರ್ ಅಧ್ಯಕ್ಷರಾದಂತ ಸಮದ್ KM ಇವರು ಸನ್ಮಾನಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಅದೇ ರೀತಿ ಮತ್ತೋರ್ವ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ ಆಸಿಫ್ ಅಬ್ದುಲ್ಲಾ. ನಮಗೆಲ್ಲರಿಗೂ ಗೊತ್ತು, ಉಳ್ಳಾಲ ಉರುಸಿನ ಮುಖ್ಯ ರೂವಾರಿಯೂ ಆದಂತಹ, ಅದೇ ರೀತಿ SKS ಜಿಲ್ಲಾ ಸಮಿತಿದರ ವರ್ಕಿಂಗ್ ಸದಸ್ಯರು ಆದಂತಹ ಆಸಿಫ್ ಅಬ್ದುಲ್ಲಾ ಇವರಿಗೆ ಸನ್ಮಾನವನ್ನ ನೀಡಲಿಕ್ಕಿದ್ದಾರೆ. ಉರುಸ್ ಕಾರ್ಯಕ್ರಮದ ಮುಖ್ಯ ರೂವಾರಿಯು ಸಮಸ್ತದ ಚತುರರು ಆದಂತಹ ನಮಗೆಲ್ಲರಿಗೂ ಗೊತ್ತು, ಉಳ್ಳಾಲ ಉರುಸಿನ ಪರಿವರ್ತನೆಯ ಶಿಲ್ಪಿ ಆಸಿಫ್ ಅಬ್ದುಲ್ಲಾ ಇವರಿಗೆ ಇದೀಗಾಗಲೇ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ. ಅದೇ ರೀತಿ SKS ಜಿಲ್ಲಾ ಸಮಿತಿ ವರ್ಕಿಂಗ್ ಸದಸ್ಯರು ಕೂಡ ಆದಂತಹ ಆಸಿಫ್ ಅಬ್ದುಲ್ಲಾರವರಿಗೆ ಮಲಾರ್ ಕ್ಲಸ್ಟರ್ ವತಿಯಿಂದ ಇದೀಗಾಗಲೇ ಸನ್ಮಾನವನ್ನ ನೀಡುತ್ತಾ ಇದ್ದೇವೆ. ಸ್ವೀಕರಿಸಿದಂತಹ ಆಸಿಫ್ ಅಬ್ದುಲ್ಲಾರವರಿಗೆ ತುಂಬ ಹೃದಯದ ಅಭಿನಂದನೆಯನ್ನ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. SKSFನ ಮುಖಂಡರಾದಂತಹ ಅಶ್ರಫ್ ಮುಕ್ಕಚೇರಿ, ಇಸ್ಮಾಯಿಲ್ ಬಶೀರ್ ಇವರು ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ಇವರು ವೇದಿಕೆಗೆ ಬರಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. SKSF ಮುಖಂಡರಾದಂತಹ ಅಶ್ರಫ್ ಮುಕ್ಕಚೇರಿ, ಅದೇ ರೀತಿ ಇಸ್ಮಾಯಿಲ್ ಬಶೀರ್ ಉಳ್ಳಾಲ್ ಇವರು ವೇದಿಕೆ ಬರಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಯಾರು ಕೂಡ ತೆರಳಬಾರದು, ಮುಖ್ಯ ಪ್ರಭಾಷಣವು ಕೂಡ ನಡೆಯಲಿಕ್ಕಿದೆ. ಎಲ್ಲರೂ ಕಾರ್ಯಕ್ರಮದ ನಂತರವೇ ತೆರಳಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಎಲ್ಲರಿಗೂ ಊಟದ ವ್ಯವಸ್ಥೆಯನ್ನು ಕೂಡ ಮಾಡಲಾಗಿದೆ. ಎಲ್ಲರೂ ಊಟವನ್ನ ಪಡ್ಕೊಂಡು ಹೋಗಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಮತ್ತೋರ್ವ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ ಮೊಹಮ್ಮದ್ ಮಾಸ್ಟರ್, ಮಾಜಿ ಗೌರವಾಧ್ಯಕ್ಷರು SMF ಮಲಾರ್ ಶಾಖೆ. ಇವರಿಗೂ ಕೂಡ ಸನ್ಮಾನವನ್ನ ನೀಡಲಿಕ್ಕಿದ್ದೇವೆ. ಇವರು ಕೂಡ ವೇದಿಕೆಯ ಮುಂಭಾಗಕ್ಕೆ ಬರಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಜನಾಬ್ ಮೊಹಮ್ಮದ್ ಮಾಸ್ಟರ್, ಮಾಜಿ ಗೌರವಾಧ್ಯಕ್ಷರು SMF ಮಲಾರ್ ಶಾಖೆ, ಇವರು ಕೂಡ ವೇದಿಕೆಯ ಮುಂಭಾಗಕ್ಕೆ ಬಂದು ಸನ್ಮಾನವನ್ನ ಸ್ವೀಕರಿಸ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ ಅಲ್ ಮುಬಾರಕ್ ಜುಮಾ ಮಸೀದಿ ಅರಸ್ಥಾನ ಇದರ ಅಧ್ಯಕ್ಷರಾದಂತ ಅಹಮದ್ ಅಲ್ತಾಫ್ ಇವರಿಗೆ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ. ಜಿಲ್ಲಾ ಕೌನ್ಸಿಲರ್ ಆದಂತಹ ಅಹಮದ್ ಅಲ್ತಾಫ್ ಇವರಿಗೆ ಸನ್ಮಾನವನ್ನ ನೀಡುತ್ತಾ ಇದ್ದೇವೆ. ಇದೀಗಾಗಲೇ ಜಿಲ್ಲಾ ಕೌನ್ಸಿಲರ್ ಆಗಿ ಆಯ್ಕೆಯಾದಂತಹ ಅಹಮದ್ ಅಲ್ತಾಫ್ ಅಧ್ಯಕ್ಷರು ಅರಸ್ಥಾನ ಜುಮಾ ಮಸೀದಿ, ಇವರಿಗೂ ಕೂಡ ಸನ್ಮಾನವನ್ನ ನೀಡುತ್ತಾ ಇದ್ದೇವೆ. ಇದನ್ನ ಸ್ವೀಕರಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ಇದನ್ನ ಆಸಿಫ್ ಅಬ್ದುಲ್ಲಾರವರು ನಡೆಸಿಕೊಡ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ ಜನಾಬ್ ರಹಮತುಲ್ಲಾ, ಕೋಶಾಧಿಕಾರಿ SKS ಮಲಾರ್ ಕ್ಲಸ್ಟರ್, ಇವರಿಗೂ ಕೂಡ ಒಂದು ಸನ್ಮಾನವನ್ನು ಇಟ್ಟಿದ್ದೇವೆ. ಇವರು ಕೂಡ ವೇದಿಕೆ ಬರಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ.
ಜನಾಬ್ ರಹಮತುಲ್ಲಾ ಕೋಶಾಧಿಕಾರಿ SKSSF ಮಲಾರ್ ಕ್ಲಸ್ಟರ್ ಇವರು ವೇದಿಕೆಗೆ ಬಂದು ನಮ್ಮ ಸನ್ಮಾನವನ್ನ ಸ್ವೀಕರಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ರಹಮತುಲ್ಲಾ ಕೋಶಾಧಿಕಾರಿ SKSSF ಮಲಾರ್ ಕ್ಲಸ್ಟರ್ ಇವರಿಗೆ ಮೋಹನಕ್ಕನವರು ಸನ್ಮಾನವನ್ನು ನೀಡುತ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ ಜನಾಬ್ ಮಜಿದ್ ಮಾಸ್ಟರ್ ಅಧ್ಯಕ್ಷರು ಖಾಲಿದ್ ಬಿನ್ ವಲೀದ್ ಮಸೀದಿ ಮಲಾರ್ ಜಂಕ್ಷನ್ ಇವರಿಗೂ ಕೂಡ ಸನ್ಮಾನವನ್ನು ನೀಡುತ್ತಾ ಇದ್ದೇವೆ. ಇವರು ಕೂಡ ವೇದಿಕೆಯ ಮುಂಭಾಗಕ್ಕೆ ಬಂದು ಸನ್ಮಾನವನ್ನು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಮಜಿದ್ ಮಾಸ್ಟರ್ ಅಧ್ಯಕ್ಷರು ಖಾಲಿದ್ ಬಿನ್ ವಲೀದ್ ಮಸೀದಿ ಮಲಾರ್ ಜಂಕ್ಷನ್ ಇವರು ನಮ್ಮ ಸನ್ಮಾನವನ್ನ ಸ್ವೀಕರಿಸಿದ್ದೇವೆ. ಇದನ್ನ ನಾಸಿರ್ ಅಜ್ಹರಿ ಉಸ್ತಾದ್ ಅವರು ನೀಡುತ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ ಮತ್ತೋರ್ವ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ ಜನಾಬ್ ಮೊಹಮ್ಮದ್ ಬಿ ಅಧ್ಯಕ್ಷರು SMF ಮಲಾರ್. ಮೊಹಮ್ಮದ್ ಬಿ ಅಧ್ಯಕ್ಷರು SMF ಮಲಾರ್ ಇವರು ಕೂಡ ವೇದಿಕೆಯ ಮುಂಭಾಗಕ್ಕೆ ಬಂದು ಸನ್ಮಾನವನ್ನು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಮೊಹಮ್ಮದ್ ಬಿ ಅಧ್ಯಕ್ಷರು SMF ಮಲಾರ್ ಇವರು ಸನ್ಮಾನವನ್ನು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಇದನ್ನ ಸಂಬಂಧಪಟ್ಟವರು ಮೊಹಮ್ಮದ್ ಬಿ ಇವರನ್ನ ಸನ್ಮಾನಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ ಮೊಹಮ್ಮದ್ ಡಿ ಹಮೀದಾಕ ಟಿಪ್ಪುನಗರ ಇವರು ಕೂಡ ವೇದಿಕೆಗೆ ಬರಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಹಮೀದಾಕ ಟಿಪ್ಪುನಗರ SMF ಉಪಾಧ್ಯಕ್ಷರು ಇವರು ಕೂಡ ವೇದಿಕೆಗೆ ಬಂದು ಸನ್ಮಾನವನ್ನು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಅದೇ ರೀತಿ ಇಸ್ಮಾಯಿಲ್ ಮಲಾರ್ SMF ಕೋಶಾಧಿಕಾರಿ ಇವರು ಕೂಡ ವೇದಿಕೆಗೆ ಬಂದು ಸನ್ಮಾನವನ್ನು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಇಸ್ಮಾಯಿಲ್ ಮಲಾರ್ ಇವರು ಸನ್ಮಾನವನ್ನು ಸ್ವೀಕರಿಸಲು ವೇದಿಕೆಗೆ ಬರಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಅದೇ ರೀತಿ ನಜೀರ್ MR SMF ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳು ಇವರು ಕೂಡ ವೇದಿಕೆ ಬರಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ನಜೀರ್ MR SMF ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳು ಇವರು ಕೂಡ ವೇದಿಕೆಗೆ ಬರಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಹಮೀದಾಕರ್ ಅವರು ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ಇವರನ್ನ ಸನ್ಮಾನಿಸ್ತಾ ಇದ್ದಾರೆ ಮೊಹಮ್ಮದ್ ಮಾಸ್ಟರ್ ಅವರು. HM ಮೊಹಮ್ಮದ್ ಮಾಸ್ಟರ್ ಅವರು ಹಮೀದಾಕರ್ ಅವರನ್ನ ಸನ್ಮಾನಿಸ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ ಅಕ್ಬರ್ ಅಡ್ಡೂರ್ ಅಲ್ಬಿರ್ ಕೋಆರ್ಡಿನೇಟರ್ ಇವರು ಕೂಡ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ಇವರನ್ನು ಕೂಡ ಸನ್ಮಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಅಹ್ಲು ಬೈಟಿನ ಧನ್ಯ ಕುಟುಂಬದಲ್ಲಿ ಉದಿಸಿ ಬಂದು ಜೀವನದ ವೈವಿಧ್ಯಮಯ ಗಲಿಗೆಯಲ್ಲಿ ಚಿಂದಿ ಚಿಂದಿಯಾದ ಅಸ್ತವ್ಯಸ್ತಗೊಂಡ ಮನ ಹೃದಯಕ್ಕೆ ದೇವಣ್ಣಲ್ಲಿರುವ ಭಯಭಕ್ತಿ ಶುದ್ಧಾತ್ಮ ಆಧ್ಯಾತ್ಮ ಶಕ್ತಿಗಳ ಮೂಲಕ ಸರ್ವರಿಗೂ ಸುಗಂಧ ಪೂರಿತ ಬಾಳನ್ನು ಹರಸಿ ವಿಚಾರಮಾನರಾದ ಸೈಯದ್ ಕುಟುಂಬದ ರತ್ನಾಮಣಿ ಸೈಯದ್ ಅಮೀರ್ ತಂಗಲ್ ಕಿನ್ಯಾ ಇದೀಗಾಗಲೇ ನಮ್ಮ ವೇದಿಕೆಯನ್ನು ಹಂಚಿಕೊಂಡಿದ್ದಾರೆ. ಇವರನ್ನ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ಅಕ್ಬರ್ ಅಡ್ಡೂರ್ ಇವರಿಗೆ ಅಮೀರ್ ತಂಗಲ್ ರವರು ಸನ್ಮಾನಿಸಲಿಕ್ಕಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಮೊಹಮ್ಮದ್ ಡಿ ಇವರು ಕೂಡ ಇದ್ದಾರೆ. ಇವರನ್ನು ಕೂಡ ಸನ್ಮಾನಿಸಲಿಕ್ಕಿದ್ದೇವೆ. ಮೊಹಮ್ಮದ್ ಡಿ SMF ಉಪಾಧ್ಯಕ್ಷರು ಮೊಹಮ್ಮದ್ ಡಿ ಇವರನ್ನ ಸೈಯದ್ ಅಮೀರ್ ತಂಗಲ್ ರವರು ಸನ್ಮಾನಿಸ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ ಅಲ್ಬಿರ್ ಇದರ ಕೋಆರ್ಡಿನೇಟರ್ ಆದಂತ ಅಕ್ಬರ್ ಅಡ್ಡೂರು ಇವರು ಕೂಡ ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಇವರನ್ನ ಮಲಾರ್ ಶಾಖಾ ವತಿಯಿಂದ ನಾವು ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ, ನಾವು ಸನ್ಮಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಇದನ್ನ ಅಮೀರ್ ತಂಗಲ್ ರವರು ನೆರವೇರಿಸಿಕೊಡ್ಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಅಕ್ಬರ್ ಅಡ್ಡೂರ್ ಅವರನ್ನು ಅಮೀರ್ ತಂಗಲ್ ರವರು ಸನ್ಮಾನಿಸ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ MR ನಜೀರ್ SMF ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳು ಇವರನ್ನು ಕೂಡ ಸನ್ಮಾನಿಸ್ತಾ ಇದ್ದೇವೆ. ನಜೀರ್ MR ಇವರು ಕೂಡ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ಇವರನ್ನು ಕೂಡ ಸನ್ಮಾನಿಸ್ತಾ ಇದ್ದಾರೆ ಅಮೀರ್ ತಂಗಲ್ ರವರು. ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅದೇ ರೀತಿ ಅಜೀಜ್ ಮೇಸ್ತ್ರಿ ಅವರು ಕೂಡ ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಜೊತೆ ಕಾರ್ಯದರ್ಶಿಗಳು SMF ಅಜೀಜ್ ಮೇಸ್ತ್ರಿ ಅವರು ಕೂಡ ವೇದಿಕೆ ಬರಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಅಜೀಜ್ ಮೇಸ್ತ್ರಿ SMF ಜೊತೆ ಕಾರ್ಯದರ್ಶಿಗಳು
ಇವರು ವೇದಿಕೆ ಬಂದು ಸನ್ಮಾನವನ್ನ ಪಡ್ಕೊಳ್ಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಅಬ್ದುಲ್ ಕರೀಂ ಮೌಲವಿ ಸಕ್ರಿಯ ಕಾರ್ಯಕರ್ತರು, ಇವರನ್ನು ಕೂಡ ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸುತ್ತಿದ್ದೇವೆ. ಅಬ್ದುಲ್ ಕರೀಂ ಮೌಲವಿ ಸಮಸ್ತದ ಸಕ್ರಿಯ ಕಾರ್ಯಕರ್ತರಾದಂತಹ ಕರೀಂ ಮೌಲವಿ ಅವರು ಕೂಡ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ಅಜೀಜ್ ಮೇಸ್ತ್ರಿ ಅವರಿಗೆ ಬಹುಮಾನ್ಯರಾದ ತಂಗಳರವರಿಂದ ಸನ್ಮಾನ. ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಇದೀಗ ಕರೀಂ ಮೌಲವಿ ಅವರು ಸನ್ಮಾನವನ್ನ ಸ್ವೀಕರಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ನಾಸಿರ್ ದಾರ್ಮಿ MS ಇವರು ಕೂಡ